പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് സർക്കാർ ഓഫീസുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ് മിനി സിവിൽ സ്റ്റേഷൻ പരിസരം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. മൂടിയില്ലാത്ത ഓടകളിൽ മലിനജലം കെട്ടിക്കിടന്ന് മൂക്കുപൊത്തിയാണ് ഇതുവഴി ആളുകൾ സഞ്ചരിക്കുന്നത്. മാലിന്യം കെട്ടിക്കിടക്കുന്നത് മൂലം ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലുമാണ്. മാലിന്യം കെട്ടിക്കിടക്കുന്നതിനാൽ തെരുവ് നായകളുടെ ശല്യവും രൂക്ഷമാണ്. അവിടുത്തെ കാഴ്ച കാട്ടിത്തരാം. ആദ്യം പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നു. പ്രവീൺ, പറഞ്ഞു മടുത്തതാണ്, കാട്ടിക്കൊടുത്ത് മടുത്തതാണ്. എന്നിട്ടും അധികൃതർക്ക് എന്താണ് ഇതൊന്നും പരിഹരിക്കാൻ ഒരു തോന്നലുണ്ടാകാത്തത്? സുജിയ, നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഏതാനും ആളുകൾ നമ്മളെ കണ്ടിരുന്നു. അവർ ആദ്യം പറഞ്ഞത് പത്തനംതിട്ട നഗരത്തിൽ ജോലിയൊക്കെ ചെയ്തതിന് ശേഷം ആളുകൾക്ക് ഒന്ന് ഉല്ലസിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തൊക്കെ ഒന്ന് വിശ്രമിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനൊരു സ്ഥലമേ ഈ പത്തനംതിട്ട നഗരത്തിലും നഗരപ്രാന്ത പ്രദേശങ്ങളിലും ഇല്ല എന്നുള്ളതാണ്. എൻ്റെ ഈ വലതുവശത്ത് കാണുന്ന ഒരു കെട്ടിടം, അത് പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷനാണ്. ബഹുനില കെട്ടിടമാണ്. അതിൻ്റെ പുറകുവശത്ത് തൊട്ടടുത്ത് തന്നെ കാണുന്നത് പത്തനംതിട്ട കോടതി സമുച്ചയമാണ്. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ഇടങ്ങൾ ഉള്ള ഒരു സ്ഥലത്ത് അതിൻ്റെ മുന്നിലൂടെയുള്ള ഒരു പ്രധാനപ്പെട്ട പാതയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത് നാട്ടുകാർ കാലാകാലങ്ങളായി പറയുന്നതാണ്. ഈ റോഡിൻ്റെ ഇടതുവശം എന്താ കണ്ടില്ലേ, മൂടിയില്ലാത്ത ഓടയാണ്. എപ്പോഴും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയാറുണ്ട്, മലിനജലം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കണം, പരമാവധി ശുദ്ധജലം തന്നെ ആളുകൾ ഉപയോഗിക്കണം, പകർച്ചവ്യാധികൾ ഒഴിവാക്കാൻ, അത് വരാതിരിക്കുന്നതിന് ചില മുൻകരുതലുകളൊക്കെ എടുക്കണമെന്ന്. ഈ ആരോഗ്യവകുപ്പിൻ്റെയൊക്കെ പ്രഖ്യാപനങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും ഒക്കെ എല്ലാ ദിവസവും വരുമ്പോൾ നഗരമധ്യത്തിൽ കോടതി സമുച്ചയത്തിനും ഒപ്പം തന്നെ പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷൻ്റെയും പരിസരത്ത് കാണുന്ന റോഡരികിലെ ഓടയുടെ അവസ്ഥ ഇതാണ്. കറുത്ത വെള്ളം ഇങ്ങനെ തളം കെട്ടിക്കിടക്കുന്നു. കൊതുകിൻ്റെ ശല്യമാണ്. കൊതുക് മുട്ടയിട്ട് പെരുകുകയാണ്. ഇവിടെ ഈ വെള്ളം ഒഴുകി പോകാൻ സൗകര്യമില്ല എന്നുള്ളതാണ്. നമ്മുടെ ടൗൺ പ്ലാനിങ്ങിൻ്റെയൊക്കെ ഒരു ശോചനീയാവസ്ഥ എത്രമാത്രമാണ് എന്നുള്ളത് അധികാരികൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പ്രവീൺ പുരുഷോത്തമൻ ഇപ്പോൾ കാട്ടിത്തരുന്ന ഈ പ്രദേശം ഇത് ഏതെങ്കിലും ഉൾപ്രദേശത്തുള്ള ഒരിടമല്ല. പ്രവീൺ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ഏതാണ് എന്നുള്ളത് നമ്മൾ പ്രേക്ഷകരോട് കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടതാണ്, അല്ലേ പ്രവീൺ? അതെ സുജിയ, പത്തനംതിട്ട നഗരമധ്യം എന്ന് തന്നെ പറയാം. നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം, നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ പരിസരത്തെല്ലാം സർക്കാർ ഓഫീസുകളാണ്. ഒപ്പം തന്നെ പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷൻ, കോടതി സമുച്ചയം, മറ്റ് ആരോഗ്യവകുപ്പിൻ്റെ ഒക്കെ സ്ഥാപനങ്ങൾ, സർക്കാർ ആശുപത്രിയുണ്ട്, ഒപ്പം തന്നെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളൊക്കെയുണ്ട്. അതിന് സമീപത്താണ് ഈ പ്രധാനപ്പെട്ട ഒരു ഓട ഇങ്ങനെ കാലാകാലങ്ങളായി കിടക്കുന്നത്. ആളുകളൊക്കെ ചോദിക്കുന്നത്, ഇവിടെ വാർഡ് കൗൺസിലർമാരില്ലേ, ഒരു നഗരസഭാ ചെയർമാൻ ഇല്ലേ, ഇവരൊക്കെ കണ്ണു തുറന്നൊക്കെ ഇതൊന്ന് കാണണ്ടേ എന്നാണ്. ഇപ്പോൾ നമ്മോടൊപ്പം മുൻ നഗരസഭാ ചെയർമാനുണ്ട്. നിങ്ങളെ ഉൾപ്പെടെയാണ് ആളുകൾ എല്ലാവരും കുറ്റപ്പെടുന്നത്. ഇതിനൊരു പരിഹാരമില്ലേ സാർ? ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നഗരസഭാ കൗൺസിലർമാരാണ്, ഞങ്ങൾ പ്രതിപക്ഷ കൗൺസിലർമാരാണ്. ഞങ്ങൾ ശക്തമായിട്ട് എല്ലാ കൗൺസിലും ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പത്തനംതിട്ട നഗരസഭയിലെ മാലിന്യ സംസ്കരണം തകർന്ന് തരിപ്പണമായി. ഇത് സിവിൽ സ്റ്റേഷന് തൊട്ടുപുറകിൽ, പോലീസ് സ്റ്റേഷന് തൊട്ടുപുറകിൽ, നഗരമധ്യത്തിൽ നിന്ന് ഒരു 10-20 മീറ്റർ ദൂരെയുള്ള സ്ഥലമാണ്. എത്രയോ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു, ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഓടയെ നന്നാക്കുക. ഒരു കൂസലുമില്ല. ഇതുപോലെ മാലിന്യ സംസ്കരണം തകർന്ന് തരിപ്പണമാക്കിയ ഒരു നഗരസഭാ ഭരണം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അങ്ങ് മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നല്ലോ, അങ്ങയുടെ കാലത്തും എന്തൊക്കെ നടപടികൾ ചെയ്തിട്ടുണ്ട്? ഞാൻ നഗരസഭാ ചെയർമാനായിരുന്ന സമയത്താണ് എൻ്റെ നഗരം എൻ്റെ പൂന്തോട്ടം എന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പിലാക്കി. വളരെ വൃത്തിയായിട്ട് ഒരു ഇല വീഴാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. രാത്രികാല സ്ക്വാഡ്, അതോടൊപ്പം തന്നെ സ്പോട്ട് ഫൈന്, അങ്ങനെ നിരന്തരം ഞാനും കൂടി രാത്രിയിൽ ഈ പറയുന്ന ഈ ഹെൽത്ത് ജീവനക്കാരോടൊപ്പം പോയി ഏതെങ്കിലും സ്ഥലത്ത് മാലിന്യം എറിയുകയാണെങ്കിൽ അപ്പോൾ തന്നെ നടപടി സ്വീകരിക്കുകയും അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ അങ്ങയുടെ കൂടെ കുറച്ച് ആളുകൾ കൂടി ഉണ്ടല്ലോ, നിങ്ങൾ സ്ഥിരം ഇതുവഴി നടക്കുന്ന ആളുകളാണ്. മൂക്കുപൊത്തി നടക്കാൻ പറ്റില്ല. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ നിരവധി തെരുവ് പട്ടികളുണ്ട്, പേടിച്ചാണ് ഇവിടെ നിന്നത്. നിങ്ങളെപ്പോലുള്ള ആളുകൾക്കൊക്കെ ഇവരോട് ഉൾപ്പെടെയൊക്കെ എന്താ പറയാനുള്ളത്? ഇവരെ ഉൾപ്പെടെ പറയാൻ ഇപ്പോൾ ആദ്യം ഞങ്ങളുടെ ബുദ്ധിമുട്ട് തന്നെ പറയാം. ഈ ഇടറോഡിലൂടെ നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. തെരുവുനായ ശല്യം, ഈ ഓടയുടെ സ്മെല്ലും കൊതുക് കടിയും കൊണ്ടാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഒരു വാഹനം 2 വാഹനങ്ങൾ കൊണ്ട് കടന്നു പോയി കഴിഞ്ഞാൽ ഒരാൾ ഓടയിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. ഈ ഭരണക്കാരുടെ അനാസ്ഥയെന്ന് പറയാൻ നമുക്കിപ്പോൾ പറയുന്നത്, ഇപ്പോൾ കക്ഷി രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നില്ല. നേരത്തെ മുൻ ചെയർമാൻ്റെ ഭരണകാലത്ത് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നല്ല രീതിയിലുള്ള റോഡുകളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പുകഴ്ത്തലുകളും കാര്യങ്ങളും ഒന്നുമല്ലല്ലോ വേണ്ടത്, അല്ലേ? നമുക്ക് കൃത്യമായിട്ടുള്ള പരിഹാരമാണ് വേണ്ടത്. പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്താണ് ഈ കാഴ്ച നമ്മൾ കാണുന്നത്. പ്രവീൺ പുരുഷോത്തമൻ ഇപ്പോൾ കൃത്യമായി പ്രേക്ഷകരെ കാട്ടിത്തരുന്നത് പോലെ അതുവഴി മൂക്കുപൊത്താതെ നടക്കാൻ കഴിയില്ല. മാത്രമല്ല, സാംക്രമിക രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഇടങ്ങളിലാണ്. അവിടെ നിന്ന് കൊതുക് പെരുകാനും അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ
ഒരു സംസ്ഥാനം മുഴുവൻ ശുചിയായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്, ആരോഗ്യ പരിപാലനത്തിൽ നമ്മൾ 1-ാം സ്ഥാനത്താണെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള മാലിന്യം കൊണ്ടുതള്ളുന്ന ജനങ്ങളും കുറ്റക്കാരാണ്. വേണ്ട രീതിയിൽ ഓടകളുടെ പരിപാലനമടക്കം സമയത്ത് നിർവഹിക്കാത്ത അധികൃതരും കുറ്റക്കാരാണ്.